ഓം ശ്രീ ആഞ്ജനേയ നമ. MSV4 ആസ്ട്രോ റിസർച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ MS വിനീത്. ഇന്നത്തെ വീഡിയോയുടെ സവിശേഷത, ശുക്രൻ ഇപ്പം രാശി മാറി മീനം രാശിയിലോട്ട് വന്നിരിക്കുകയാണ്. 2025 ജനുവരി 28-നാണ് മീനം രാശിയിൽ വന്നത്. ഇത് 4 മാസക്കാലം മീനരാശിയിൽ തുടരുന്നു. അതായത് മെയ് 31 വരെ മീനം രാശിയിൽ തുടരുന്നു. ഇത് വെറും ഒരു മാറ്റമല്ല, ഒരുപാട് സവിശേഷതകൾ ഉള്ള ഒരു സമയമാണ്. കാരണം ശുക്രന്റെ ഉച്ചക്ഷേത്രമാണ് മീനം രാശി. അത് മാത്രമല്ല, മീനം രാശി വ്യാഴം ഗ്രഹത്തിന്റെ സ്വക്ഷേത്രം കൂടിയാണ്. അങ്ങനെയുള്ള ആ ഒരു ശോഭ ശുക്രൻ തീർത്തും ബലവാനായി നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ശുക്രൻ തന്റെ ഉച്ചഭാവത്തിൽ നിൽക്കുകയും അങ്ങനെ കേന്ദ്രഭാവങ്ങളിൽ, ചന്ദ്രാൽ കേന്ദ്രഭാവങ്ങളിൽ വരുന്ന കൂറുകൾ ഏതൊക്കെയാണോ ആ കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് മാളവ്യ യോഗ ഫലം ഈ 4 മാസം കാലയളവിൽ ശുക്രൻ നൽകുന്നതാണ്. അതുകൂടാതെ ചില നക്ഷത്ര ജാതകർ കൂടി ഇതിന്റെ ഫലം കിട്ടുന്നതാണ്. ആ നക്ഷത്ര ജാതകരെ ഒന്ന് പരിചയപ്പെടാം. ആദ്യമായി ഇടവം കൂറില് വരുന്ന നക്ഷത്ര ജാതകരായ കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി, അതുപോലെ മകയിരം പകുതി, ഇവർക്ക് 11-ാം ഭാവത്തില്, ചന്ദ്രാൽ 11-ാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്. 11-ാം ഭാവം ലാഭസ്ഥാനം. ധാരാളം പണം കയ്യിൽ വരാനുള്ള ഭാഗ്യം ഈ മെയ് 31 വരെ അവർക്ക് കാണുന്നതാണ്. അതുപോലെ ജോലിയിലുള്ള തടസ്സങ്ങളൊക്കെ മാറുന്നതാണ്. അവരുദ്ദേശിക്കുന്ന രീതിയിൽ പെർഫോം ചെയ്ത് കയറാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ജീവിതത്തിൽ ആ ഒരു സാമ്പത്തികപരമായിട്ടുള്ള ക്ലേശങ്ങളൊക്കെ മാറി നിൽക്കാൻ ശുക്രൻ, മാറ്റിയെടുക്കാൻ ശുക്രൻ സഹായിക്കുന്നു ഈ ഒരു 4 മാസം കാലയളവില്. അതുകൊണ്ട് ഈ ഒരു സമയം നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. കാരണം അതിൽ ചെറിയൊരു തടസ്സമായി ഞാൻ കാണുന്നത് ശനി, രാഹു എന്നിവയുടെ ആ ഒരു സ്വാധീനം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ശനി പ്രീതി, അതുപോലെ രാഹു പ്രീതി നേടി മുൻപോട്ട് പോകുകയാണെങ്കിൽ ഈ ശുക്രന്റെ പൂർണ്ണത, ആ ഒരു പൂർണ്ണ സ്വാധീനം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ദിവസവും ഒരു 3 തവണ വെച്ച് ശനി മന്ത്രം, നീലാഞ്ജന സമാഭാസം, രവിപുത്രം യമാഗ്രജം, ഛായ മാർത്താണ്ഡ സംഭൂതം, തം നമാമി ശനീശ്വരം, അതുപോലെ രാഹു മന്ത്രമായ അർത്ഥകായം മഹാവീര്യം, ചന്ദ്രാദിത്യ വിമർദ്ദനം, സിംഹിക ഗർഭ സംഭൂതം, തം രാഹും പ്രണമാമ്യഹം, ഈ മന്ത്രങ്ങള് ദിവസം വൈകിട്ട് വിളക്ക് തെളിയിക്കുന്ന സമയത്ത് 3 തവണ വെച്ച് ജപിക്കുക. അതുപോലെ തന്നെ രാഹു ശനി ദോഷം മാറാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഫുള്ളായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലിങ്കുകൾ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്യുന്നതാണ്. അപ്പം ഇടവക്കൂറിൽ വരുന്ന ഇത്രയും നക്ഷത്ര ജാതകര്, അവർക്ക് നല്ല സമയമാണ് ഈ ഒരു 4 മാസം. സാമ്പത്തികപരമായിട്ട് നല്ല വരുമാനത്തെ കാണിക്കുന്നു. 11-ാം ഭാവത്തിൽ ശുക്രൻ ഉദിച്ച് നിൽക്കുകയാണ്. അടുത്തത് ചിങ്ങം കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്കും ഇതിന്റെ ഒരു ഫലം കിട്ടുന്നതാണ്. നക്ഷത്രങ്ങളായ മകം, പൂരം, ഉത്രം കാൽഭാഗം, ഇവർക്ക് 8-ാം ഭാവത്തിലാണ് ശുക്രൻ ഇപ്പൊ നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുമ്പോൾ അന്നപൂർണേശ്വരി കടാക്ഷം, അതുപോലെ ധനപരമായിട്ടുള്ള ഐശ്വര്യം, ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തടസ്സങ്ങളെല്ലാം മാറ്റി നിർത്തുന്നു, ഐശ്വര്യത്തെ സൂചിപ്പിക്കുന്നു. ഒരുപാട് ബിസിനസ് ടൂറുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യാൻ പറ്റിയ ഒരു സമയം കൂടിയാണ് ഈ ജനുവരി 28 മുതൽ മെയ് 31 വരെയുള്ള 4 മാസം കാലയളവ്. അതുപോലെ നിങ്ങൾക്ക് ധാരാളം പ്രതാപം, യശസ്, ഇതെല്ലാം നേടിത്തരുന്നു ശുക്രൻ ഈ ഒരു സമയത്ത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശനിപ്രീതി, രാഹുപ്രീതി നേടിപ്പോവുക. അവര് ആ ഒരു ശനി രാഹു ഗ്രഹങ്ങളെ വണങ്ങി അവരെ പ്രീതിപ്പെടുത്തി മുന്നോട്ട് പോവുക. ഇനിയും അടുത്ത 4 കൂറുകളിൽ ശുക്രൻ നേരിട്ട് ചന്ദ്രാൽ വരുന്ന മാളവ്യ യോഗം, അതിന്റെ സ്ഥിതിയെക്കുറിച്ചാണ് പറയുന്നത്. ഇതില് ആദ്യം മീന രാശിയിൽ വരുന്ന നക്ഷത്ര ജാതകരായ പൂരുരുട്ടാതി,
കാൽഭാഗം, ഉത്രട്ടാതി, രേവതി ഇവർക്ക് ചന്ദ്രാൽ 1-ാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്. നിലവിൽ അവർക്ക് പ്രശ്നങ്ങൾ അല്ലാതുള്ള ക്ലേശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ശുക്രൻ വന്നു നിൽക്കുന്ന ആ ഒരു ശോഭനമായ ഈ സമയമായതുകൊണ്ട് നല്ല രീതിയിലുള്ള യശസ്, ധനം, പ്രത്യേകിച്ച് ജോലി സംബന്ധമായി അന്വേഷിക്കുന്നവർക്കൊക്കെ ജോലി കിട്ടാനുള്ള ഒരു സാധ്യത, ഒരു ഭാഗ്യം ശുക്രൻ ഒരുക്കി കൊടുക്കുന്നതാണ്. പ്രത്യേകിച്ച് വ്യാഴത്തിന്റെ സ്വക്ഷേത്രത്തിൽ ശുക്രൻ ഉച്ചരാശിയിൽ നിൽക്കുന്നു, പൂർണ്ണ ബലവാനായി നിൽക്കുന്നത് കൊണ്ട് അങ്ങനെയുള്ള ഭാഗ്യങ്ങളൊക്കെ ഒരുക്കി തരുന്നു. ഞാനിത് പൂർണ്ണമായും എല്ലാവർക്കും 100% കിട്ടുമെന്ന് ഒരിക്കലും ഞാൻ അങ്ങനെ പറയുന്നില്ല. കാരണം ഓരോരുത്തരുടെ ജാതകത്തിലും ജന്മ സമയത്തുള്ള ജന്മശിഷ്ട ഏത് ദശാസന്ധിയാണെന്ന് നോക്കുക. അതിപ്പം ശുഭഗ്രഹമാണെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ശുഭമായി തന്നെ മുൻപോട്ട് പോകും. ആ നിൽക്കുന്ന പാപഗ്രഹ ദശാസന്ധിയാണെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള തടസ്സങ്ങൾ നേരിടേണ്ടി വരുന്നു. അപ്പം ചിലവർക്കായാലും സംശയം തോന്നാം, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് കിട്ടുന്നില്ലല്ലോ, എന്തുകൊണ്ടാണ് അങ്ങനെ കിട്ടാത്തത്? ഒരു 75 to 80% അത്രയും ആളുകൾക്കുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു അവലോകനമാണ് ഞാൻ ഇതിനകത്തോട് ചെയ്യുന്നത്. ഞാനത് കഴിഞ്ഞ ദിവസം കവിടിയിൽ നോക്കിയിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു അവലോകനം ചെയ്ത് തയ്യാറാക്കി വെച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ജന്മസമയത്തെ ഗ്രഹസ്ഥിതിയും അതുപോലെ ഏത് ദശാസന്ധിയാണോ അതിന്റെ അടിസ്ഥാനം കൂടി കണക്കിലെടുത്ത് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിർണ്ണയിക്കാൻ. അല്ലാതെ ഡയറക്റ്റ് ഇപ്പം ഒരാൾക്ക്, ഞാനിപ്പോൾ പറയുന്നത് ഒരു നക്ഷത്ര ഫലം വെച്ചാണ്, അല്ലാതെ ഒരാൾക്ക് ഡയറക്റ്റ് 100% ഇത് കിട്ടണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഭൂരിഭാഗം ഒരു 80% ആൾക്കാർക്ക് ചിലപ്പോൾ കണ്ടേക്കാം, ഇങ്ങനെയുള്ള ഒരു ഭാഗ്യം കിട്ടിയേക്കാം. അപ്പം മീനം രാശിയിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് മാളവീയ യോഗ ഭാഗ്യം ശുക്രനാൽ കാണുന്നുണ്ട്. അവരും ശനി പ്രീതി, രാഹുപ്രീതി നേടി മുൻപോട്ട് പോവുക. അതുപോലെ ധനുരാശിയിൽ വരുന്ന നക്ഷത്ര ജാതകർ മൂലം, പൂരാടം, ഉത്രാടം കാൽഭാഗം ഇവർക്ക് 4-ാം ഭാവത്തില് ചന്ദ്രാൽ 4-ാം ഭാവത്തില് കേന്ദ്രസ്ഥാനങ്ങളിൽ വരുമ്പോഴാണ് മാളവീയ യോഗ സ്ഥിതി. പ്രത്യേകിച്ച് ശുക്രൻ ഉദിച്ചു നിൽക്കുന്ന സമയം കൂടിയായിരിക്കണം, ശുക്രൻ പൂർണ്ണ ബലത്തിൽ നിൽക്കുന്ന സമയം കൂടിയായിരിക്കണം. അപ്പം ഇതെല്ലാം ആ ഒരു കണ്ടീഷൻസ് എല്ലാം ഓക്കെയാണ്. അപ്പം ധനുരാശിയിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് 4-ാം ഭാവത്തില് ശുക്രൻ നിൽക്കുന്നു. അവർക്കും ധനപരമായി നല്ല സമയമാണ്, നല്ല രീതിയിലുള്ള വരുമാനം, പ്രത്യേകിച്ച് നല്ല ഭാഗ്യം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നു. അതുപോലെ കുടുംബപരമായിട്ടുള്ള എന്തെങ്കിലും ഐക്യക്കുറവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതാണ്. പുതിയ വാഹനങ്ങൾ എടുക്കാനുള്ള സാധ്യത, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ അതെല്ലാം നടപ്പിലാകുന്ന ഒരു സമയം കൂടിയാണ്. അതിന് ശുക്രൻ കടാക്ഷിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ 4 മാസം, മെയ് 31-ാം തീയതി വരെ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സഹായിക്കുന്നു ശുക്രൻ. അതുപോലെ കന്നി രാശിയിൽ വരുന്ന നക്ഷത്ര ജാതകരായ ഉത്രം 3/4 ഭാഗം, അത്തം ചിത്തിര പകുതി ഇവർക്ക് 7-ാം ഭാവത്തില് ചന്ദ്രാൽ 7-ലാണ് ശുക്രൻ നിൽക്കുന്നത്. ഇവർക്കും മാളവീയ യോഗ ഭാഗ്യം കാണിക്കുന്നു. ഇവർക്ക് 7-ൽ നിൽക്കുന്നത് കൊണ്ട് നിലവിൽ എന്തെങ്കിലും രീതിയിലുള്ള ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറുന്നതാണ്. പ്രത്യേകിച്ച് അങ്ങനെയുള്ള വഴക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വളരെയധികം ശാന്തമായ നല്ല രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഈ ശുക്രൻ നിങ്ങൾക്ക് ഒരുക്കി തരുന്നു. അതുപോലെ വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള നല്ല ബന്ധം കിട്ടാനുള്ള ഒരു സമയമാണ്. അതുപോലെ ക്യാരിയിങ് ആയിട്ടുള്ള ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്ക് വളരെ നല്ല സമയമാണ്. നല്ല ആരോഗ്യം, കാര്യങ്ങളും എല്ലാം, നല്ല സൗഭാഗ്യങ്ങളെല്ലാം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അത് ശുക്രന്റെ ഒരു സ്വാധീനം, ഒരു അനുഗ്രഹം കൊണ്ടാണ് അങ്ങനെ ആ ഒരു സമയം വളരെ നല്ലതായി വരുന്നത്. അപ്പൊ മെയ് 31 വരെ നിങ്ങൾക്ക് വളരെ നല്ല സമയമാണ്. ധനപരമായും മഹാലക്ഷ്മി കടാക്ഷം, അന്നപൂർണേശ്വരി കടാക്ഷങ്ങളൊക്കെ ഉള്ള ഒരു സമയമാണ്. അതുപോലെ മിഥുനം കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ മകയിരം പകുതി, തിരുവാതിര, പുണർദം 3/4 ഭാഗം ഇവർക്കും ഇതുപോലെ തന്നെ മാളവ്യ യോഗ ഭാഗ്യം ശുക്രൻ
ഒരുക്കി കൊടുക്കുന്നു. അതിന്റെ സൗഭാഗ്യം ശുക്രനിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇവർക്ക് 10ാം ഭാവത്തിൽ, ചന്ദ്രാൽ 10ാം ഭാവത്തിലാണ് ശുക്രൻ ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്, ഈ മെയ് 31 വരെ. അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് നിലവിൽ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെയുള്ള ക്ലേശങ്ങളൊക്കെ മാറി കിട്ടുന്നതാണ്. ശുക്രന്റെ ആ ഒരു കടാക്ഷം കിട്ടുന്നു. അതുപോലെ ടെക്സ്റ്റൈൽ രംഗത്തൊക്കെ ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്കും വളരെ നല്ല സമയമാണ്. പുതിയ ബിസിനസ്സുകളൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്കും തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ നല്ല സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ മെയ് 31 വരെ ഭാഗ്യസ്ഥാനം നല്ല രീതിയിൽ ശുക്രൻ ഉദിച്ചു നിൽക്കുകയാണ്. അതുപോലെ കൃഷി സംബന്ധമായിട്ടുള്ള വരുമാനം ഒക്കെ കിട്ടുന്നവർക്കും കൃഷി സംബന്ധമായിട്ടുള്ള പ്രോഡക്ട്സ് ഒക്കെ വിൽക്കുന്നവർക്കും അങ്ങനെയുള്ളവർക്കും എല്ലാം ഈ ഒരു സമയം വളരെ നല്ലതാണ്. നല്ല സാമ്പത്തിക നേട്ടം കൈവരാൻ ശുക്രൻ സഹായിക്കുന്നതാണ്. പ്രത്യേകിച്ച് ശുക്രൻ നല്ല രീതിയിൽ ഉദിച്ചു നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട്. അപ്പൊ ഞാൻ നേരത്തെ രാശികളിൽ പറഞ്ഞ പോലെ നിങ്ങളും ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. തടസ്സമായി നിൽക്കുന്ന ശനി അതുപോലെ രാഹു, ഈ 2 ദേവന്മാരെ പ്രീതിപ്പെടുത്തുക. ഞാൻ നേരത്തെ പറഞ്ഞ മന്ത്രം അത് ജപിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഞാൻ എൻ്റെ പഴയ 1-2 വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ശനി രാഹു ദോഷം കൂടി നിൽക്കുന്നവർക്ക് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കാവുന്നതാണ്. ഹനുമാൻ സ്വാമി കടാക്ഷം കിട്ടുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ മാറി നിൽക്കും. അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് ഈ ശുക്രന്റെ പൂർണ്ണ ഫലം ലഭിക്കുന്നതാണ്. എൻ്റെ ഉപാസനമൂർത്തി ഹനുമാൻ സ്വാമിയാണ്. ഞാൻ ദിവസവും ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്ന ഒരാളാണ്. നിങ്ങളുടെ നക്ഷത്രവും പേരും നക്ഷത്രവും പറയുകയാണെങ്കിൽ, ഇങ്ങനെ തടസ്സം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ എനിക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ നാളും പേരും പറയുകയാണെങ്കിൽ അതും കൂടി എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ ഉൾപ്പെടുത്താം. ഈ ഒരു വീഡിയോയിൽ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നാളും പേരും മെൻഷൻ ചെയ്യാവുന്നതാണ്. അതും കൂടി ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്നും പരിശ്രമിക്കുക, നല്ല രീതിയിൽ പരിശ്രമിക്കുക. വെറുതെ ഇരുന്നാൽ പോരാ, പരിശ്രമിക്കുക കൂടെ വേണം. അപ്പം ഈ ശനിദോഷം രാഹുദോഷം മാറ്റിയിട്ട് നമുക്ക് ശുക്രന്റെ ആ പ്രീതി ആർജിച്ചെടുക്കാം. അപ്പം ഈ ഒരു മെയ് 31 വരെ വളരെ നല്ല സമയമാണ്. ഞാനിപ്പോൾ പറഞ്ഞ നക്ഷത്ര ജാതകർക്ക് വളരെ നല്ല സമയമാണ്. ബിസിനസ് പരമായിട്ടാണെങ്കിലും അല്ലാതെ ധനപരമായി, കുടുംബപരമായി, അല്ലാതുള്ള ഫാമിലി ഐക്യം കുറഞ്ഞു നിൽക്കുന്നവർക്കെല്ലാം നല്ല സമയമാണ്. ക്ലേശങ്ങളെല്ലാം മാറുന്നു, നല്ല മനസാന്നിധ്യം എല്ലാം കടാക്ഷിച്ചു നിൽക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്തത്. ഈ ഒരു പ്രാധാന്യം നിങ്ങളിലേക്ക്, ഈ ഒരു അറിവ് നിങ്ങളിലേക്ക് ഞാൻ പകർന്നു തരാൻ ആഗ്രഹിച്ചിരുന്നു. എൻ്റെ ഈ ചാനൽ, എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. എൻ്റെ വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യുക. പരമാവധി നിങ്ങളുടെ ബന്ധു മിത്രാദികളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.